വെൽക്കം ടു TRP റെഡ് അലേർട്ട്. ആർസണലാണ് വിഷയം. ആർസണൽ ഫാൻസിന് ഇന്ന് ആഘോഷ രാവാണ്. ബ്രൂണോ ഗിമരേഷ് ഇസ് ജോയിനിങ് ആർസണൽ. ന്യൂകാസിൽ ഐ തിങ്ക് ഫൈനലി ഹാസ് റിലന്റഡ് അല്ലെ. ഒരുപാട് നാള് നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ലൈവിലും മറ്റു ഷോയിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ബ്രൂണോ ഇപ്പൊ നടക്കുന്നു. ഇപ്പം ഫൈനലി ഓൺസ്റ്റീൻ ആണെങ്കിലും എല്ലാം ക്രെഡിബിൾ ജേർണലിസ്റ്റ് ആർ റിപ്പോർട്ടിംഗ് ദാറ്റ് ബ്രൂണോ ക്ലോസ് ആണ്. വിതിൻ 48 hours മെഡിക്കൽ നടന്ന് സൈൻ ചെയ്യുന്ന പറയുന്നു. ഐ തിങ്ക് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലെ ഏറ്റവും വൺ ഓഫ് ദ സിഗ്നിഫിക്കന്റ് ട്രാൻസ്ഫേഴ്സ് ആണ് ശരിക്കും ബ്രൂണോ ടു ആർസണൽ. കാരണം ഒരുപാട് കാര്യം ഈ ട്രാൻസ്ഫറിനെ കൊണ്ട് ആർസണലിന് സാധ്യമാവും. ഒന്നാമത് ബ്രൂണോയുടെ ലീഡർഷിപ്പ്, എഗ്രസീവ്നെസ്, പിന്നെ മിഡ്ഫീൽഡിൽ ഇപ്പോഴുള്ള ഡെക്ലൻ റൈസും സുബിമെൻഡി, ഒഡേഗാർഡ്, ഇവരുടെ കൂടെ മെറീനോ, ഇവരുടെ കൂടെ ഘടാഘടിയനായ ഒരു മിഡ്ഫീൽഡർ. അതായത് ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും, വേണമെങ്കിൽ ബോക്സ് ടു ബോക്സ് ആയിട്ട് കളിക്കാം, വേണമെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്പർ 10 ആയിട്ട് വരെ കളിക്കാം. എല്ലാ പൊസിഷനും ഒരു ഓൾ ഇൻ ഓൾ മിഡ്ഫീൽഡറാണ് ശരിക്കും ബ്രൂണോ ഗിമരേസ്. ഒരുപാട് ക്ലബ്സ് ഒരുപാട് നാളായിട്ട് ബ്രൂണോനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് ബ്രൂണോന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും. ബ്രസീലിയൻ പ്ലെയർ ആണ്, ബ്രസീലിൽ കളിച്ചതാണ്. പക്ഷെ ഒരു ബ്രസീലിയൻ ഫ്ലെയർ അല്ല പുള്ളിയുടെ ഒരു മെയിൻ സ്റ്റേ. പുള്ളിയുടെ മെയിൻ സ്റ്റേ ശരിക്കും പറഞ്ഞ ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് മിഡ്ഫീൽഡറിന്റെ ഒരു ക്വാളിറ്റീസ് പുള്ളിക്കുണ്ട്. ഹി സ്റ്റാർട്ടഡ് വിത്ത് അത്ലറ്റിക്കോ പെരനീസ് അല്ലെ, പെരനീസ്. അവിടുന്ന് പുള്ളി നേരെ ലിയോണിലേക്ക് പോയി. ലിയോൺ ഹി വാസ് എക്സലന്റ്. അതായത് പുള്ളി ശരിക്കും വളരെ അഗ്രസീവ് ആയ ഒരു പ്ലെയർ ആയിരുന്നു ലിയോണിൽ. ആൻഡ് അതോടുകൂടി ലോട്ട് ഓഫ് ടീംസ് റിയലി വാണ്ടഡ് ബ്രൂണോ. ആ സമയത്ത് ലിവർപൂൾ ലിങ്ക്ഡ് ആയിരുന്നു, യുണൈറ്റഡ് ലിങ്ക്ഡ് ആയിരുന്നു, എല്ലാവരും ലിങ്ക്ഡ് ആയിരുന്നു. അവര് എനിക്ക് തോന്നുന്നു അവര് ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ വരെ എത്തിയിട്ടായിരുന്നു ലിയോൺ ആ സീസണിൽ. അവിടെ ശരിക്കും പുള്ളിന്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ന്യൂകാസലിലേക്ക് വരുന്നത് തന്നെ. ആൻഡ് ഇഫ് ലുക്ക് അറ്റ് ഇറ്റ്, ന്യൂകാസലിലേക്ക് വരുന്നത് 2022 പുള്ളിക്ക് അന്ന് പ്രായം ഏകദേശം 24 വയസ്സ് 23 വയസ്സാണ്. അവിടുന്ന് പുള്ളിയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്, അന്ന് ന്യൂകാസൽ വെർ നോട്ട് യുവർ ടോപ്പ് ഡോഗ്സ്. ഇപ്പോഴും ടോപ്പ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇന്നത്തെ ലെവലിൽ പോലും ഇല്ലായിരുന്നു അന്ന് ന്യൂകാസൽ. റെലഗേഷൻ ബാറ്റിൽ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അവിടെ നിന്നാണ് ശരിക്കും ന്യൂകാസിൽ ബ്രൂണോ വന്നു. ആൻഡ് ഹി വാസ് എക്സലന്റ്. പുള്ളിനെ ശരിക്കും എനിക്ക് പേഴ്സണലി ബ്രൂണോയുടെ റെസ്പെക്ട് എന്താന്ന് വെച്ചാൽ, പുള്ളിക്ക് കഴിഞ്ഞ ഈ 4 വർഷത്തിൽ എപ്പോ വേണമെങ്കിലും ബിഗ് ക്ലബിൽ പോവായിരുന്നു. പക്ഷെ ഹി സ്റ്റക്ക് വിത്ത് ന്യൂകാസിൽ ഒരു ലീഡറായും അവരുടെ ഒരു എന്താ പറയാ ഒരു മെയിൻ സ്റ്റേ ആയിട്ട്. ഇഫ് യു ആസ്ക് ന്യൂകാസിൽ ഫാൻസ്, അവര് പറയും ഇസാക്കിനെക്കാട്ടും ഗോർഡനെക്കാട്ടും അവരിപ്പോ വിറ്റ് ടൊണാലിനെക്കാട്ടും എല്ലാം ബ്രൂണോ ആണ് who they will miss the most, because he kind of symbolized what the club were in the last 3-4 years. ക്യാപ്റ്റനായി അവിടുന്ന് ഫസ്റ്റ് ടൈം വിന്നിംഗ് ക്യാപ്റ്റൻ, കറബാവോ കപ്പ് ജയിച്ചു ലിവർപൂളിനെ തോൽപ്പിച്ചിട്ട്. സോ ഓൾ ഇൻ ഓൾ ബ്രൂണോ ഹാഡ് എ സക്സസ്ഫുൾ ന്യൂകാസൽ കരിയർ. ആൻഡ് നൗ ഹി ഈസ് 28, is going to be 28-29. സോ ഇപ്പം പുള്ളിക്ക് ഒരു മൂവ് വേണം. ആൻഡ് ആർസണൽ, വാട്ട് എ സൈനിങ്. ആർസണൽ ശരിക്കും കൃത്യ ടൈമിൽ വന്നു. ആൻഡ് ആർസണൽ ഫാൻസിന് ചിലപ്പം തോന്നുന്നുണ്ട് എവിടെ കളിക്കും എന്നുള്ളത്. അവിടെ അല്ല ശരിക്കും സ്റ്റാർട്ടിംഗ് 11 അല്ല. ആർട്ടറ്റ ഇപ്പൊ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്വാഡില് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇപ്പം നമ്പർ 10 ആണെങ്കിൽ അവിടെ ഒഡെഗാർഡ് ഉണ്ട്, എസെ ഉണ്ട്. റൈറ്റ് വിങ് ആണെങ്കിൽ മധുവയ്ക്ക ഉണ്ട്, സാക്ക ഉണ്ട്. ഫോർവേഡ് ആണെങ്കിൽ ഹാവേർട്സ് ഉണ്ട്, നമ്മുടെ ഗ്യോക്കറേസ് ഉണ്ട്. റൈറ്റ് വിങ് ആണെങ്കിൽ ഇപ്പം സോലിസ് ഉണ്ട്, മാർട്ടിനെലി ഉണ്ട്. അവിടെയും ഒരു സർപ്രൈസ് ഉണ്ട് എന്നാണ് അഭ്യൂഹങ്ങൾ. എന്നാലും അത് അതിലേക്ക് പിന്നെ വരാം. മിഡ്ഫീൽഡിൽ ഇഫ് യു ലുക്ക് അറ്റ് ദ 2 പൊസിഷൻസ്, ഡെക്ലൻ റൈസ്, സുബിമെൻഡി, മെറീനോ, അതിന്റെ കൂടെ ബ്രൂണോ ഗിമരേഷ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മൂവ്. ഐ തിങ്ക് ഇൻ ടേംസ് ഓഫ് എന്താ പറയുക ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ, ഇൻ ടേംസ് ഓഫ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ വിൻസ്, ടൈറ്റിൽ ചാലഞ്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഫേവറേറ്റ്സ് ആണ് ഇപ്പൊ ആർസണൽ. ആൻഡ് ലാസ്റ്റ് സീസണിനെക്കാട്ടും they are stronger with Bruno. ഇതിനകത്തൊരു ഇഷ്യൂ ഉള്ളത് സുബിമെൻഡി
പോവോ ഇല്ലയോ എന്നുള്ളതാണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഈ സീസൺ എന്തായാലും ചാൻസ് ഇല്ല. ഐ തിങ്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾ ഇൻ ഓൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് സൈനിങ്. റേറ്റ് എത്രയാന്ന് നമുക്ക് അറിയില്ല, നോക്കണം. 75 ആണ് ന്യൂകാസിൽ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പം ഇത് ബ്രേക്ക് ആയത് അപ്പൊ തന്നെ വന്നതാണ് ലൈവ്, അതുകൊണ്ട് പ്രൈസിന്റെ ഒരു ഡീറ്റെയിൽ വന്നിട്ടില്ല. ഓൾ ഇൻ ഓൾ ഐ തിങ്ക് ആർസണലിന്റെ ഒരു 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 എന്താ പറയാ ഒരു ട്രജക്ടറി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്ലബ് ദാറ്റ്സ് നോട്ട് വൺ ചാമ്പ്യൻസ് ലീഗ്. സോ അവരുടെ ഒരു ലാസ്റ്റ് സീസൺ ജസ്റ്റ് ഫൈനലിൽ PSG യോട് തോറ്റു. സോ അവരുടെ ഒരു ഇത് വെച്ചിട്ട് ഐ തിങ്ക് ആർസണൽ ആർ ട്രൈങ് ടു build a team and a squad to challenge both Premier League and Champions League for the near future. കാരണം നോക്കുകയാണെങ്കിൽ എല്ലാവരും പ്രൈം ഏജ് ആണ്, നല്ല ടൈമാണ്. പ്ലസ് അവർക്ക് ഒരു സ്ക്വാഡിൽ ഒരു ഗ്രിറ്റ്, അതായത് ബ്രൂണോ ഗിമറേഷിന്റെ കാര്യം നമുക്ക് എല്ലാവരും നമ്മൾ കണ്ട കളിയാണ്. ഈസ് വെൽ നോൺ ടു എവറി പ്രീമിയർ ലീഗ് ഫാൻ. ഫ്രഞ്ച് ലീഗ് ആണ്, എല്ലാവർക്കും വേൾഡ് കപ്പ് കാണുന്നത് എല്ലാവർക്കും അറിയാം. ബ്രൂണോ ഗിമറേഷ് എന്ന് പറയുന്നത് ഒരു ലീഡറാണ്. ഹീസ് എ കൺട്രോളർ. ഹി ക്യാൻ എന്താ പറയാ ഒരു ലെവല്, ഒരു ഗ്രിറ്റ്, ഫാൻസിന്റെ മെന്റാലിറ്റി പുള്ളിക്ക്, ഫാൻസിന്റെ ആണെങ്കിലും പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി പുള്ളിക്ക് ഒരു ഡെവലപ്പ് ചെയ്ത് ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. സോ ഓൾ ഇൻ ഓൾ ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഡീൽ. ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ കാര്യങ്ങൾ 2-3 ദിവസങ്ങളിൽ റിവീൽ ആവാനിരിക്കുന്നേ ഉള്ളൂ. 48 hours പുള്ളി ട്രാൻസ്ഫർ ചെയ്യുന്നു പറയുന്നുണ്ട്. സോ എന്താണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ആർസണൽ ഇനിയിപ്പോ വിനീഷ്യസ് ജൂനിയർ വരുമോ ഇല്ലയോ കാണാം. ആൻഡ് അവര് സെന്റർ ബാക്ക് സൈൻ ചെയ്യാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ ഒന്ന് നോക്കാം. ഓൾ ഇൻ ഓൾ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സ്ക്വാഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് എനി ക്ലബ് ഇസ് ക്ലോസ് ടു വാട്ട് ആർസണൽ ഹാവ് ഇൻ ടേംസ് ഓഫ് ഡെപ്ത്, ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, in terms of mentality and in terms of value. അതായത് എല്ലാ പ്ലേയേഴ്സും 2 പൊസിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പാർട്ട് ഫ്രം ഒബ്വിയസ്ലി സാക്ക ആൻഡ് ബ്രൂണോ ആൻഡ് നമ്മുടെ ഈ റൈറ്റ് വിങ്ങിലെ പുതിയ സൈനിങ് ഇപ്പൊ വിനീഷ്യസ് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എ കംപ്ലീറ്റ് സ്ക്വാഡ്. വീക്ക്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബ്ലി they would like to sign a full back or something just to be sure. Keepers ആണെങ്കിലും റായ, everything is set for Arsenal to do a back-to-back Premier League title. Interesting ആയിരിക്കും. ബ്രൂണോ ഗിമറേസ് in Arsenal shirt, ആ aggression അല്ലേ. So Arsenal fans, please comment and let us know what you feel about the signing. Premier League favorites, Premier League champions, defending champions are going to be more stronger. So ഓപ്പോസിഷനിൽ വരുന്ന സിറ്റി ആണെങ്കിലും ലിവർപൂൾ ആണെങ്കിലും യുണൈറ്റഡ് ആണെങ്കിലും ചെൽസി ആണെങ്കിലും സ്പേഴ്സ് ആണെങ്കിലും ഇറ്റ്സ് ഗോണ ബി എ ടഫ് സീസൺ. Thank you so much.